നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. അമ്പോ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്തത് അവർക്ക് ഗോളടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ CR7 അവരില്ലാത്ത കളിയിൽ ഇതാ 9 ഗോളുകൾ അവർ അടിച്ചു കയറ്റിയിരിക്കുന്നു. 1 അല്ല 2 അല്ല 3 അല്ല, 7-അപ്പിലും ഒതുക്കിയില്ല. പിന്നീടും അടിച്ചിട്ട് 9 ഗോളുകൾ, 1-നെതിരെ 9 ഗോളുകൾക്ക് അർമേനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇതാ ഇൻ സ്റ്റൈൽ അവർ 2026 വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. പോർച്ചുഗലിന് വേണ്ടി ഇരട്ട പെനാൽറ്റികൾ അടക്കം ഹാട്രിക്ക് നേടി ബ്രൂണോ ഫെർണാണ്ടസ്. ജാവോ നവസിന്റെ ഹാട്രിക്ക് വേറെ, പിന്നെ റെനാറ്റോ വൈഗയും ഗോൺസാലോ റാമോസും കോൺസിസാവോയും ഒക്കെ ഗോൾ അടിച്ചപ്പോൾ 3-നെതിരെ 9 ഗോളുകളുടെ വമ്പൻ ജയമാണ് അവർ നേടിയിരിക്കുന്നത്. കളിയുടെ തുടക്കം മുതൽ തന്നെ പോർച്ചുഗൽ ഗോളടി മേളം തുടങ്ങിയിരുന്നു. 7-ാമത്തെ മിനിറ്റിൽ റെനാറ്റോ വൈഗയാണ് ഗോളടി തുടങ്ങി വെച്ചത്. എന്നാൽ 18-ാമത്തെ മിനിറ്റിൽ അർമേനിയ ഗോൾ മടക്കി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടുപൊട്ടിച്ച് ഗോളടി വേളമായിരുന്നു. 28-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന് ലീഡ് തിരികെ പിടിച്ചു കൊടുക്കുന്നു. പിന്നെ ജാവോ നവസിന്റെ ഗോൾ വിറക്കുന്നു. 30-ാമത്തെ മിനിറ്റിൽ പോർച്ചുഗൽ 3-1 മുന്നിൽ നിർത്തിയില്ല. ജാവോ നവസ് തൻ്റെ 2-ാമത്തെ ഗോൾ 41-ാമത്തെ മിനിറ്റിൽ നേടി. അവിടെയും നിന്നില്ല. ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് കൂടി ഗോൾ അടിച്ചപ്പോൾ 1-നെതിരെ 5 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് പോർച്ചുഗൽ കളിക്കളം വിട്ടതെങ്കിൽ 2-ാം പകുതിയിൽ വീണ്ടും ഗോളടി വേളം അവർ പുനരാരംഭിക്കുന്ന കാഴ്ച. 51-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസിന്റെ അസിസ്റ്റിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസിന്റെ അടുത്ത ഗോൾ പിറക്കുന്നു. അതിനുശേഷം 72-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ അടുത്ത പെനാൽറ്റിയും ഗോളായതോടെ 7-അപ്പ് കുതിപ്പിച്ച് കഴിഞ്ഞിരുന്നു അർമേനിയയെ. 7-1 എന്നതാണ് അപ്പോഴത്തെ സ്കോർ ലൈൻ. നിർത്തിയോ? ആര് നിർത്താൻ? 81-ാമത്തെ മിനിറ്റിൽ റെനാറ്റോ വൈഗയുടെ അസിസ്റ്റിൽ നിന്ന് ജാവോ നവസിന്റെ ഹാട്രിക്ക് പൂർത്തിയാകുന്നു. എന്നിട്ടും നിർത്താതെ, എന്നിട്ടും അരിശം തീരാഞ്ഞ് എന്ന് പറയാറുള്ള പോലെ തന്നെ എന്നിട്ടും നിർത്താതെ ഇഞ്ചുറി ടൈമിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോ കൂടി ഗോൾ അടിച്ചപ്പോൾ 1-നെതിരെ 9 ഗോളുകളുടെ തകർപ്പൻ ജയം നേടിക്കൊണ്ട് പോർച്ചുഗൽ ഇതാ വേൾഡ് കപ്പിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ഗ്രൂപ്പ് എഫിൽ 6 കളികളിൽ നിന്ന് 13 പോയിന്റാണ് ഇപ്പോൾ പോർച്ചുഗലിനുള്ളത്. 6 കളികളിൽ നിന്ന് 10 പോയിന്റുള്ള അയർലൻഡ് 2-ാം സ്ഥാനം. ഹംഗറിക്ക് 6 കളി 8 പോയിന്റ്. ഇതാ അയർലൻഡ് വേൾഡ് കപ്പിന്റെ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ്. ഹംഗറി അവർ 2-3 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ഏതായാലും പോർച്ചുഗൽ നേരിട്ട് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.